ഇത് നമ്മള് മറ്റേ കറി പൗഡർ മറ്റേ സംഭവങ്ങളൊക്കെ ഇത് ഞങ്ങള് നോർത്ത് ഇന്ത്യയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് മണത്ത് നോക്കി ഇത് നോർത്ത് ഇന്ത്യൻ മസാല ബ്ലാക്ക് സോൾട്ട് എന്ന് പറയും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടുന്ന് കൊണ്ടുവരുന്ന സ്പൈസസ് ആണോ? ഇതല്ല, ഇത് ഭാര്യയും അമ്മയും അപ്പനൊക്കെ കൂടി മേടിച്ചു. പിന്നെ ഈ കുപ്പിയുടെ ചരിത്രങ്ങളുണ്ടോ? അതെ, ഇത് ഞങ്ങൾ ഈ പോയിട്ട് വരാൻ നേരത്ത് ചെറിയ പൈസക്ക് സാധനങ്ങൾ ഇടുമ്പോ അപ്പന് കൊണ്ടുവരുന്നത്. ഇതിനൊക്കെ 1200 രൂപ അത്രയൊക്കെ ഉള്ളു. യാഥാർത്ഥ്യ എന്നാണ് പറയില്ല, സത്യം. 1200 രൂപയുള്ളൂ. 1200 രൂപ അല്ല, ഇതിനുള്ളിലുള്ള കളർ വെള്ളത്തിന്. ഓക്കെ, അപ്പൊ ഇതാണ് കിച്ചൺ ബഡി. ആക്ച്വലി നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവര് പിന്നെ ഹാള് മാത്രം കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ വന്നു. ഇത് വന്ന് എല്ലാ വശത്തേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. വൈറസ് ആണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെയാ ടിവി കാണുക? ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ പിന്നെ എന്റെ കൊച്ച് അവനൊരു വികൃതി കുട്ടിയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ കണക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ വലിച്ചു പറിക്കും. അപ്പൊ അല്ല, അവന്റെ ഇഷ്ടമാണല്ലോ. അപ്പൊ അതൊന്നും കേട്ടിട്ടാക്കുന്ന ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവം കണ്ടോ? ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇവനെ പേടിച്ചിട്ട് ഇതൊക്കെ വാതിൽ വെച്ചാക്കുന്ന. ഇത് ഇൻവേർട്ടറാ. ഇതിന്റെ അകത്ത് ഇവൻ കേറും. അപ്പൊ അതിനും ഇതൊക്കെ വാതിൽ വെച്ചു. ആ ഏക മകൻ എല്ലാം നശിപ്പിക്കും. വീട്ടിലൊരു കൊച്ചു ഇതൊക്കെ അങ്ങനെ വെച്ചാ അത് കണ്ടോ? ആ സംഭവമൊക്കെ അവനവിടുന്ന് ചാടും. പക്ഷെ അത് ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അത് നേരത്തെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോ ആക്ച്വലി നമ്മുടെ ഈ ഏരിയയിലല്ലേ വീഡിയോസ് ഒക്കെ ചെയ്യാറ്? ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ വീഡിയോ. അതെ, അത് ചെയ്ത് ഞങ്ങളെ അത് എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഒരു സംഭവം പറയും. ഞങ്ങളുടെ പാസ്പോർട്ട് ക്യാൻസൽ ആയി. അപ്പം ഞങ്ങൾക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ നേരത്തെ പാസ്പോർട്ട് ഞങ്ങൾക്ക് കേസില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ജംബോ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പാസ്പോർട്ട് ക്യാൻസൽ ആയി പോയി. ഞങ്ങൾക്ക് ഇനിയിപ്പോ കോടതിയിൽ ഓർഡർ കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ. പിന്നെ ഈ ആക്സിഡന്റ് പറ്റി ഇവന്റെ കൈ ഉണ്ട്, ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് ആക്കുക. അപ്പം ഇതും ഒരു വിഷയമായി. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ സ്റ്റക്കാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിങ്ങനെ സന്തോഷിക്കുമല്ല, വേറെ ഇപ്പൊ ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഓരോ സംഭവങ്ങൾ. അതായത് ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട്. ഇത് ഇവിടെയാണ് ഞങ്ങള് വന്ന് താമസിച്ച് 10-30 വർഷത്തോളം അപ്പനും അമ്മയൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ വീട് വെക്കുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ ഓരോ വണ്ടികൾ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി. അതിന് ശേഷമുള്ള വാഹനങ്ങളാണ് ഇത് ഓമിനി. അതിന് ശേഷം പിന്നെ ഇത് ഞങ്ങളുടെ വാഹന കളക്ഷനൊക്കെ. പിന്നെ ഇതിന്റെ അകത്ത് ഇല്ലാത്ത വണ്ടികളൊക്കെ വേറെ കുറെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങള് ആദ്യമായിട്ട് ഇവിടുന്ന് ലോക്ക്ഡൌൺ സമയത്ത് ആദ്യമായിട്ട് കർണാടക കഴിഞ്ഞ ഒരു സംസ്ഥാനം തുടങ്ങുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങളാ ആ സമയത്ത്. പിന്നെ ഇതൊക്കെ അന്ന് റിവേഴ്സ് ഗിയറും സെക്കൻഡ് ഗിയറും ഒന്നും ഇല്ലാതെ ഞങ്ങള് മറ്റേ ഇവിടെ മണാലിന്ന് മറ്റേ പാസിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് തന്നെ, ആ പാസ് പോയ സ്ഥലങ്ങളൊക്കെയാണ് അത്.